സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ. അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ. അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. വേളയിൽ സാന്ത്വനമായി നീ കൂരിരുൾ പാതയിൽ നൽവഴി കാട്ടി നീ താഴ്ചയിൽ താങ്ങി നീ ശ്രേഷ്ഠമായി മാനിച്ചു. താഴ്ചയിൽ താങ്ങി നീ ശ്രേഷ്ഠമായി മാനിച്ചു. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ. അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിച്ച നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദ ഗോഡ് ഹു അഫേംസ്, ഉറപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനങ്ങൾ 24 2-ാം തിരുവചനം. Psalm 24:2. For he has founded it upon the seas and established it upon the currents and the rivers. സമുദ്രങ്ങളുടെ മേലും അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. ആമേൻ. പരിശുദ്ധാത്മാദൈവമേ, അവിടെ ഞങ്ങളെ വചനം പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. അവിടുന്നാണല്ലോ ഈ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. ആത്മാവാം ദൈവമേ, തിരുവചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉറപ്പിക്കുന്ന ദൈവം. കാലപ്പഴക്കം കൊണ്ട് ഉപകരണങ്ങളിലെ ഒരു ചെറിയ സ്ക്രൂ അയഞ്ഞിരുന്നാൽ ആ ഉപകരണം വേണ്ട പോലെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ആ സമയത്ത് അവ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെടാം. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആടുന്ന സന്ദർഭങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാറുണ്ട്. വേദപുസ്തക ധ്യാനം കുറയുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഉറപ്പ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചുറപ്പിച്ചവനാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. കുറിവാക്യം നമ്മൾ വായിച്ചു. സങ്കീർത്തനം 24:2. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:18 പറയുന്നത്, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ആ കണ്ടുപിടുത്തത്തിലൂടെ സയൻസ് വിളിച്ചു പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ആ ദയ നമ്മെ പിന്തുടരും. തെളിവ് യെശയ്യാ 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ ഈ തിരുസാന്നിധ്യമാണ് നമ്മളെ മറ്റുള്ളവരെന്ന് വ്യത്യസ്തരാക്കുന്നത്. നാം ഇന്ന്
പരിപാലിക്കപ്പെട്ട് നിലകൊള്ളുന്നത് ദൈവത്തിൻ്റെ അനന്തമായ ദയയും വിശ്വസ്തതയും കൊണ്ടാണ്. അതിലൊരു സംശയമില്ല. നമ്മെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്താലാണ് ഈ സകലതും സൃഷ്ടിക്കപ്പെട്ടത്. 119 സങ്കീർത്തനം 89 വാക്യം, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ കിടന്ന് ഈ തിരുവചനം തിരുത്താൻ നോക്കിയാലും അടിച്ചു മാറ്റാൻ നോക്കിയാലും കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. അടിച്ചു മാറ്റുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്താൽ അതിൻ്റെ ശിക്ഷ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാതെ നിലകൊള്ളുന്നതാണ് തിരുവചനമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകാശം മാറും, ഭൂതലവും മാറും, അന്നും ഇന്നും മാറാതുള്ളത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഇളകിപ്പോകുന്നതല്ല. അത് നിത്യനിയമമാണ്, ശാശ്വത നിയമമാണ്. വചനം പോലെ സകലതിലും സംഭവിക്കും പ്രതിസന്ധികളിൽ ദൈവവചനം നമ്മെ ഉറപ്പിക്കും. ദൈവത്തിൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിലുണ്ട്. ഒരിക്കൽ പോലും തിരുവചനമൊന്നും തുറന്നു നോക്കിയിട്ടില്ലാത്ത സത്യക്രിസ്ത്യാനികൾ ഇന്ന് ഈ ആധുനിക യുഗത്തിലുണ്ട്. തിരുവചനം തുറന്നു നോക്കണം. അപ്പൂപ്പനും പാരമ്പര്യമായിട്ട് അപ്പൻ്റെ അപ്പൻ, അപ്പൂപ്പൻ, അമ്മയുടെ അമ്മ, മുതുമുത്തശ്ശി എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, അതല്ല ചെയ്യേണ്ടത്. വചനം എന്തു പറയുന്നു അത് വേണം ചെയ്യാൻ. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഏത് പ്രതിസന്ധിയെയും നേരിട്ട് നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നത് ദൈവകൃപയാണ്. തീയിൽ കൂടി കിടക്കുമ്പോൾ ദൈവം നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കണം. ദൈവകൃപയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 7 പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധനവും പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുയിരിപ്പിൻ. ആരാണ് ജനിപ്പിച്ചത്? വചനമാണ്, ക്രിസ്തുവാണ്. എങ്കിൽ ജനിപ്പിച്ച അപ്പനെ മറന്നുപോകരുത്. 1-ാമത്തെ പോയിന്റ്, സ്നേഹത്തിൽ വേരൂന്നി. ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്താൽ പറിച്ചെടുക്കുവാൻ വയ്യാത്തവണ്ണം വേരൂന്നണം. എൻ്റെ കർത്താവിനേക്കാൾ ഉപരി വേറെ ആരെയും സ്നേഹിക്കരുത്. അപ്പനെ, അമ്മയും, സഹോദരങ്ങളെയും, ബന്ധുമിത്രാദികളെ പോലും 1-ാം സ്ഥാനം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കർത്താവിന് മാത്രം. 2, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസത്തിൽ ഉറക്കണമെങ്കിൽ ദൈവവചനത്തിൽ ഉറക്കണം. വചനത്തിൽ ഉറയ്ക്കുന്നതിന് പകരം ഓരോ സംഘടനകളിൽ ഉറച്ചു നിന്ന് സംഘടന നടത്തിയാണിപ്പോൾ. 3-ാമതായിട്ട് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. എപ്പോഴും എല്ലാറ്റിലും സ്തോത്രം ചെയ്യുന്നവരായി മാറണമെന്ന് വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവം നമ്മുടെ ഗമനത്തെ ഉറപ്പിക്കുന്നു. നാശകരമായ കുഴിയിൽ നിന്നോ ചേറ്റിൽ നിലയില്ലാതെ താഴുന്ന അവസ്ഥയിൽ നിന്നോ ഒരുത്തനെയും കരകയറ്റുവാൻ എളുപ്പമുള്ളതല്ല. നമ്മുടെ ഏതവസ്ഥയിൽ നിന്നും നമ്മെ വലിച്ചെടുത്ത് പാറമേൽ നിർത്തുമ്പോഴാണ് ഗമനത്തെ സ്ഥിരമാക്കുവാൻ സാധ്യമാകുക. ദൈവം നമ്മെ പാറയിൽ ഉറപ്പിച്ചു നിർത്തുക മാത്രമല്ല, ഗമനത്തെ സ്ഥിരമാക്കി നിലവിളി മാറ്റി വായിൽ പുതിയൊരു പാട്ട് നൽകുന്നു. ഹല്ലേലൂയ. മുമ്പോ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമുള്ളവരാണ്. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, രാജകീയ പൗരോഹിത്യമുള്ള ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, നിന്റെ മേൽ വേറെ ആരും അവകാശം പറഞ്ഞു വരരുത്. സങ്കീർത്തനം 40-2-3 വാക്യത്തിൽ വചനം പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ നമ്മെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. സങ്കീർത്തനങ്ങൾ അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ടും തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇപ്രകാരം ഒരു പാട്ടുണ്ടോ? ഇല്ലയോ? മനോഹരമായൊരു പാട്ടാണ്. ജീവിതത്തിൽ നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നാം തളർന്നു പോകും. എത്ര വലിയ പവർ മാൾട്ട് കഴിച്ചാലും ശരി, നിവർന്നേക്കാൻ സാധിക്കത്തില്ല. സകലം ഉറപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തന്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. കർത്താവ് വിശ്വസ്തൻ, ദയയും കരുണയും ഉള്ളവൻ, തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നവരെ വീഴാതെ ഉറപ്പിച്ചു നിർത്തുവാൻ മതിയായവൻ. അതിനാൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. 2 തെസ്സലോനിക്കർ 3:3.
കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ആമേൻ. പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കും കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന കൂട്ടായ്മയിൽ വിശ്വസ്തയോടെ അന്ത്യത്തോളം ഉറച്ചു നിൽക്കുവാൻ, പടചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളെ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ ഏറ്റെടുത്ത് അനുസരിക്കുന്ന വിശുദ്ധവർഗമായ രണ്ടാമത്തെ വരവിന് ഒരുങ്ങുന്ന മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം, വയലുകൾക്കായി സ്തോത്രം, ഓഫീസുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ബിസിനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവരായിരിക്കുന്ന ദേശത്ത് അങ്ങയുടെ വചനമാകുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അവർ ഉറച്ചു നിൽക്കുന്നത് പോലെ മറ്റുള്ളവരെയും ഉറപ്പിച്ച് വിശുദ്ധ മക്കളായി ജീവിക്കുവാൻ, സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ അവരെ സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലയിടങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിരപരാധികളായ അനേകര് ഈ ലോകത്തുനിന്ന് ഓരോ ദിവസവും മാറ്റപ്പെടുകയാണ്. കർത്താവേ, സമാധാന പ്രഭുവേ, അവിടുത്തെ തിരുവചന പ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളമാണല്ലോ ഞങ്ങൾക്ക് ചുറ്റും കാണുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, അങ്ങേ രക്ഷകനെന്ന നാഥനമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ പ്രിയ മാതാപിതാക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദുഃഖങ്ങൾ ഏറിടം പാരിലെ യാത്രയിൽ ബന്ധുക്കൾ കൈവിടും, സ്നേഹിതർ മാറിടും, ക്രൂശിലെ സ്നേഹമേ എന്നുമെൻ ആശയേ, ക്രൂശിലെ സ്നേഹമേ എന്നുമെൻ ആശയേ. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുവിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ.